വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ 14 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്ന് പ്രസിഡന്റ് തുളസി സോമനും വൈസ് പ്രസിഡന്റ് കെ.എ. സാജിത്തും പറഞ്ഞു. 4 വർഷമായി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു വന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും അവസാനകാലത്ത് കുത്തിത്തിരിപ്പുമായി വരുന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ടാണ്. എന്തായാലും പ്രതിപക്ഷാംഗങ്ങൾ അത് രാഷ്ട്രീയമായിട്ട് തന്നെ കാണാം. ഞങ്ങൾക്ക് അതിൽ ആക്ഷേപമൊന്നുമില്ല. കാരണം ഒരു പൊതു രംഗത്തേക്കുമ്പോൾ രാഷ്ട്രീയ രംഗത്തേക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തായാലും നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ചിലവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഇതെല്ലാവരും കൂടെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഏറ്റെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ 4 വർഷം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ളൊരു മനസ്സോടെ പ്രവർത്തിക്കണമെന്ന് ഏതൊരു വിഷയവും നമ്മളവരെ ചേർത്ത് നിർത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത്. രാഷ്ട്രീയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ആ രാഷ്ട്രീയം ഞങ്ങൾ കാണിക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ജനകീയ സദസ്സിലെ ആ രാഷ്ട്രീയത്തെ കാണിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയുന്നത്. ഒരു വികസന കാഴ്ചപ്പാട് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. കാരണം ഞങ്ങൾ 4 വർഷം പിന്നിടുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇവിടെ വന്ന് ഇരുന്നത് എന്നുള്ളതും എന്തെല്ലാം സമൂഹത്തിന് വേണ്ടുന്ന ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് കൈയടക്കാൻ കഴിഞ്ഞു, അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു, ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ ചാരിതാർത്ഥ്യത്തോടെ പറയുന്നു. അപ്പോൾ ഇത് പ്രതിപക്ഷം ഉന്നയിച്ച കാര്യം എന്തായാലും സത്യസന്ധമല്ലാത്ത ഒരു കാര്യമാണ്. അതിനെ രാഷ്ട്രീയ കക്ഷികൾ ഏറ്റെടുത്തതിനോട് വളരെ ദുഃഖകരമായി നമുക്ക് തോന്നുന്നു. കാരണം പ്രതിപക്ഷാംഗങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തായാലും പറയണ്ടേ എന്ന് വിചാരിച്ച് പറയുന്നതായിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള 4 അംഗങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്. ഇതു സംബന്ധിച്ച് ഭരണസമിതി യോഗത്തിൽ ഈ അംഗങ്ങൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. കോമ്പൌണ്ട് വാൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നപ്പോൾ തന്നെ പണി നിർത്തിവെക്കുകയും താലൂക്ക് സർവേയറെ കൊണ്ട് ബ്ലോക്കിന്റെ ഭൂമി അളപ്പിക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്തു. അതനുസരിച്ച് അളവും നടന്നു. എന്നാൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അത് കിട്ടുന്നതിനനുസരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. നിലവിലുണ്ടായിരുന്ന കോമ്പൌണ്ട് വാൾ പുതുക്കിപ്പണിയാനാണ് കമ്മിറ്റി തീരുമാനിച്ചതും അത് ചെയ്യാൻ ശ്രമിച്ചതും. ഇക്കാര്യത്തിലാണോ ബഹിഷ്കരണം എന്ന് പോലും അറിയില്ല. ഇതു സംബന്ധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. പത്രപ്രസ്താവനയിലാണ് കോൺഗ്രസ് നേതൃത്വം ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്.